ഞാനിന്നൊരു പപ്പായയും ഡേറ്റ്സും വെച്ചിട്ട് ഒരു ഷെയ്ക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് സ്മൂത്തി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ ഒരു ഷെയ്ക്ക് പോലെ കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് ഷെയ്ക്കായിട്ട് അടിച്ചു കൊടുക്കുന്നതാണ്. പപ്പായ ഞാൻ ഇത് ഫ്രീസറിൽ വെച്ചതായിരുന്നു. പപ്പായ ഡേറ്റ്സ് ഇത് പാലിൽ കുതിർത്ത ഡേറ്റ്സാണ്. ഇതിൽ ഞാൻ കുറച്ച് ബദം ഉണ്ട്, ഒരു 5-10 ബദം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് തൊലി കളഞ്ഞ ബദമാണ്. ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി അഥവാ തേൻ ഒഴിച്ചിട്ടാകുമ്പോൾ നമുക്ക് സ്മൂത്തി പോലെ ഇത് കഴിക്കാവുന്നതാണ്, ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇതിപ്പോൾ കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ പിന്നെ പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഡേറ്റ്സ് ഉള്ളതുകൊണ്ട് അധികം മധുരം വേണ്ട. ഞാനിനി ഇതൊന്ന് അടിച്ചിട്ട് വരാം. കുറച്ച് പാൽ കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് അടിച്ചെടുക്കട്ടെ. ഞാനിതിനി അടിച്ച് വന്നിട്ടുണ്ട്. ഞാനിതിനൊരു ഗ്ലാസ്സിലോട്ട് പകരട്ടെ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്ക് നല്ല വിശപ്പും മാറും. ഞാനിതിൻ്റെ മേലെ കുറച്ച് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗാർണിഷിങ്ങിന്. അങ്ങനെ എൻ്റെ പപ്പായ ഡേറ്റ്സ് ഷെയ്ക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് നല്ലതാണ്. സ്കൂൾ പൂട്ടി വെറുതെ ഇരിക്കുന്ന മക്കൾക്ക് നല്ലോണം വയറ് നിറയാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷെയ്ക്കാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ മക്കൾക്ക്. ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ. അടിപൊളിയാണ്. പപ്പായൻ്റെ ഒന്നും ഒരു രുചിയും അറിയുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി ഒന്ന് കൊടുത്തു നോക്കും. മക്കൾക്ക് നല്ല പോലെ കഴിക്കും കുട്ടികൾ.